ഞാനിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൊരു ചായ രാവിലത്തെ പെറ്റിയാണ്, അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബട്ടർ പനീറും ഒരു ബട്ടൂര എന്ന് പറഞ്ഞിട്ടൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് ക്യൂബ് പോലെ കട്ട് ചെയ്തിട്ട് നല്ലോണം ഫ്രൈ ചെയ്ത്, അത് ബട്ടറിൽ തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിനുശേഷം അതങ്ങോട്ട് മാറ്റി വെക്കുക. അതങ്ങനെ ഡീപ്പ് ഫ്രൈ അല്ല, ഒരു മീഡിയം ഫ്രൈയിൽ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെക്കുക. പിന്നെ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഈ സാധനങ്ങളാണ് വേണ്ടത്. ഇതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ ബട്ടർ എണ്ണ എടുക്കണം കേട്ടോ, വേറെ എണ്ണയൊന്നും എടുക്കരുത്. വേറെ എണ്ണ എടുത്താൽ പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ബട്ടർ എടുക്കുക, ഇഞ്ചി ഒരു പീസ് ഇഞ്ചി ഇടുക, ഉള്ളി ഇടുക, പിന്നെ വെളുത്തുള്ളി ഇടുക, പിന്നെ ഉള്ളി ഫ്രൈ ചെയ്യുക. ഇതൊക്കെ നല്ലോണം ഫ്രൈ ചെയ്യണം, നല്ല അടിപൊളി. പിന്നെ അതിന് ഒരു 5-8 കാഷ്യൂ കൂടി അതിൽ ആഡ് ചെയ്യണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതിനിടയ്ക്ക് ഞാനിത് ബട്ടൂരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇത് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് മൈദ, കുറച്ച് റവ, ഒരു 2 സ്പൂൺ റവ എടുക്കാവൂ. 2 കപ്പ് മൈദയാണെങ്കിൽ 2 സ്പൂൺ മാത്രം റവ എടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ്. എന്നിട്ട് നല്ലോണം നല്ല സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് ചെയ്ത് വെക്കണം കേട്ടോ, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട്, എന്നാലും നല്ലോണം ഒന്ന് വെന്ത് വരുമല്ലോ. അപ്പോൾ അടച്ച് വെച്ച് അത് പിന്നെ മിക്സിയിലിട്ട് ഇത് തണിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് മിക്സിയിൽ അരച്ച് വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഈ ചീനച്ചട്ടി എണ്ണ എടുത്താൽ മതി, വേറെ എടുക്കണമെന്നില്ല. അതിൽ കുറച്ച് അതുപോലെ ബട്ടർ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇടണ്ട. നമ്മുടെ മല്ലി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ഇത് കൂടി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്യാം. അതിന് ശേഷം ഈ അരച്ച അരപ്പുണ്ടല്ലോ, ഈ ഉള്ളിയും ഇതൊക്കെ വഴറ്റി വെച്ച അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഒന്ന് സിമ്മിൽ ഇടണം കേട്ടോ. ഒരു പീസ് ബട്ടർ കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സിമ്മിലാകുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടം, അതായത് ബാൽക്കണി തോട്ടത്തിലേക്കൊന്ന് പോയതാണേ. ഞാൻ രാവിലെ തന്നെ എനിക്കൊന്ന് പോയാലേ ഒരു സമാധാനം ഉണ്ടാവും. പാവയ്ക്ക ഉണ്ടായിട്ടുണ്ട്, തക്കാളി ഉണ്ടായിട്ടുണ്ട്, ചീരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ പുതിന നന്നായിട്ടുണ്ട്, കാട് പോലെയുണ്ട്. ഇതൊക്കെ കാണാൻ നല്ല രസമല്ലേ. രാവിലെ ആകുമ്പോൾ എനിക്കിത്, അതും ഇവിടുത്തെ നല്ല മഞ്ഞിന് ഭയങ്കര രസമായിട്ട് തോന്നും ഇത് കേട്ടോ. അപ്പോൾ ഇത് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. ഇനി പൂരി റെഡിയാക്കാം നമുക്ക്. പൂരി എന്നല്ല, ബട്ടൂര എന്നാണ് പറയുക കേട്ടോ. ഞാൻ നാട്ടിൽ ഇത് നോർത്ത് ഇന്ത്യയിലുള്ള ഡിഷാണ്, അതുകൊണ്ടാണ് ഞാൻ പൂരി തന്നെ പറഞ്ഞു പോകുന്നത് എന്നോട്. പിന്നെ ഇത് നല്ല കുറച്ച് വലിപ്പത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. ഈ ഹോട്ടൽസിലൊക്കെ നല്ല വലിപ്പം ഉണ്ടാവും, നമ്മളെ വീടുകളിലാകുമ്പോൾ നമുക്കൊരു പരിധിയില്ലേ, പിന്നെ എണ്ണയൊക്കെ ഒരുപാട് വേസ്റ്റായി പോകും. അതുകൊണ്ട് ഞാൻ അത്ര വലുതാക്കുന്നില്ല. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ നല്ല വലിപ്പത്തിൽ കിട്ടും കേട്ടോ, ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ അത് റെഡിയാക്കുന്നുണ്ട്. ഇത് പിന്നെ റെഡിയാക്കി അത് കറിയും കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ അടുത്തൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് പിന്നെ നമുക്ക് കാണാം കേട്ടോ. ഇത് ഇങ്ങനെ റെഡിയാക്കി നല്ലോണം പൊന്തി വരും കേട്ടോ. മൈദയാണല്ലോ, പിന്നെ മൈദയും കുറച്ച് റവ ഇടണേ. നല്ലോണം പൊന്തി വന്ന് ഇങ്ങോട്ടേക്ക് പിന്നെ ബട്ടർ പേപ്പറിലേക്ക് ഞാൻ മാറ്റി വെക്കും. കുറച്ച് എണ്ണേൻ്റെ പരിപാടിയാണല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബായ്.